ഹലോ ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ജോഗ്രഫിയുടെ മറ്റൊരു ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. നമ്മുടെ ന്യൂ SCERT സീരീസിലെ അടുത്ത ക്ലാസ് ആണ്. കുറച്ച് വലിയൊരു ചാപ്റ്റർ ആണ്, കാരണം 10th ഒത്തിരി അധികം കണ്ടന്റ് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ ഇതുവരെ ചാപ്റ്റർ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇതിന്റെ പാർട്ട് 2 നിന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ വീണ്ടും നമ്മൾ തിരിച്ച് ജോഗ്രഫിയിലേക്ക് എത്തിയിരിക്കുകയാണ്. 10th സ്റ്റാൻഡേർഡിലെ സാമൂഹ്യ ശാസ്ത്രം ജോഗ്രഫി ഭാഗത്തിലെ ഭാഗം 1 വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഇന്ന് പഠിക്കുന്നത്. ചാപ്റ്ററിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ടെലിഗ്രാമിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്നതാണ്. അപ്പൊ പേജ് നമ്പർ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒത്തിരി അധികം പഠിക്കാനുണ്ട്. 10th ആണ്, കുറച്ച് വലിയ ചാപ്റ്റർ ആണ്. അത് മാത്രമല്ല എല്ലാം തന്നെ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ളതാണ്. ഒത്തിരി അധികം ഉണ്ട്. അപ്പോൾ ഈ ഒരു ചിന്ത വെച്ച്, അതുപോലെ വീഡിയോയുടെ ലെങ്ത് ഒന്നും നോക്കിയിട്ട് നിങ്ങൾ പഠിക്കാതിരിക്കുക, അല്ലെങ്കിൽ മടുപ്പ് തോന്നിയൊന്നും ചെയ്യേണ്ട. ആദ്യമേ ഒരു തീരുമാനം ഒന്നും എടുക്കണ്ട, ഇത് വേണ്ട എന്നുള്ളതൊന്നും തീരുമാനിക്കേണ്ട. പഠിക്കാം കേട്ടോ. നമുക്ക് ഒരു തവണ കേട്ടിട്ട് മനസ്സിലായില്ല എന്ന് കരുതി വിട്ട് കളയേണ്ട. ഒന്ന് റിപ്പീറ്റഡ് ആയിട്ട് ഒന്ന് ശ്രദ്ധിച്ച് ജസ്റ്റ് കേട്ടാൽ മതി. ആദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി മനസ്സിലായില്ലെങ്കിൽ കൂടി രണ്ടാമതൊന്ന് കേട്ട് അതൊന്ന് ഉറപ്പ് വരുത്താനായിട്ട് ശ്രമിച്ചാൽ മതി. കാരണം ജോലി കിട്ടേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ദിനാന്തരീക്ഷ സ്ഥിതി എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി, എന്താണ് കാലാവസ്ഥ, അതുപോലെ താപ ബജറ്റ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ആ ഒരു വാക്ക്, താപ ബജറ്റ്? പിന്നെ ഭൗമ വികിരണം എന്താണ്, ഹരിതഗൃഹ പ്രഭാവം, ഇവയെല്ലാം ചേർത്തുകൊണ്ട് വരുന്ന താപ ബജറ്റ്. പിന്നെ സമതാപ രേഖകൾ, ഭൂമിയുടെ സമതാപ രേഖകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? അതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന പോയിന്റ്സ് എന്തൊക്കെയാ? പിന്നെ അന്തരീക്ഷ മർദ്ദത്തെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ വിവിധ തരത്തിലുള്ള വായു ചലനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ PSCയുടെ ഫേവറേറ്റ് ഏരിയ ആയിട്ടുള്ള കാറ്റ്. PSCയുടെ ഇത് മാത്രമല്ല ഫേവറേറ്റ് ആയിട്ടുള്ള ഏരിയ. ഈ ഒരു ചാപ്റ്ററിൽ ഒരുവിധപ്പെട്ട എല്ലാ പോയിന്റ്സും തന്നെ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. കാലികവാദങ്ങൾ, പിന്നെ മൺസൂൺ കാറ്റുകൾ, പ്രാദേശിക വാദങ്ങൾ, പിന്നെ ചക്രവാതങ്ങൾ, ഇവയെ കുറിച്ചൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുണ്ട്. തുഷാരം, മഞ്ഞ്, മേഘങ്ങൾ, വിവിധ തരത്തിലുള്ള മേഘങ്ങൾ, അവയുടെ രൂപീകരണം പോലെയുള്ള കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്? ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ്? ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറഞ്ഞാൽ അതിന്റെ ടേം വരുന്നത് തന്നെ വെതർ എന്നുള്ളതാണ്. വെതർ എന്നൊരു ആശയമാണ് ഈ ദിനാന്തരീക്ഷ സ്ഥിതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു നിശ്ചിത പ്രദേശത്ത് ഒരു ഹ്രസ്വ കാലയളവിൽ അനുഭവപ്പെടുന്ന താപനിലയെ, അന്തരീക്ഷ മർദ്ദം, കാറ്റുകൾ, ആർദ്രത, വർഷണം തുടങ്ങിയ സാഹചര്യങ്ങളെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി അഥവാ വെതർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി? ഇത് വെതർ ആണ്. ഒരു നിശ്ചിത കാലയളവിൽ അനുഭവപ്പെടുന്നതിനെയാണ് ദിനാന്തരീക്ഷ സ്ഥിതിയിൽ ഉദ്ദേശിക്കുന്നത്. കാലാവസ്ഥ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വിശാലമായിട്ടുള്ള ഭൂപ്രദേശത്ത് ദീർഘകാലമായിട്ട് അനുഭവപ്പെടുന്ന ഒരു ദിനാവസ്ഥയാണ് ഈ ഒരു കാലാവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവയെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. ഇതെവിടെ കണ്ടില്ലേ? വിവിധ തരത്തിലുള്ള കാലാവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. വെയില്, മഴ, മേഘങ്ങൾ മൂടിക്കിടക്കുന്നുണ്ട്, മഞ്ഞ്, കാറ്റ്, ഇവയെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു അന്തരീക്ഷ സ്ഥിതിയെ റെപ്രസെന്റ് ചെയ്യുന്നവയാണ് അല്ലെ? വെയിൽ, മഴ, മഞ്ഞ്, ചൂട്, തണുപ്പ്, കാറ്റ്, മേഘം തുടങ്ങി നമുക്ക് അനുഭവപ്പെടുന്ന അവസ്ഥകൾ അന്തരീക്ഷത്തിൽ സ്ഥായിയായി ഉള്ളതല്ല, എല്ലാം വ്യത്യസ്തങ്ങളാണ്. ഭൂമിയിൽ ഓരോ പ്രദേശത്തും ലഭ്യമാകുന്ന സൂര്യപ്രകാശത്തിന്റെ അളവിന് അനുസൃതമായുള്ള അന്തരീക്ഷ താപനില, മർദ്ദം, കാറ്റ്, ആർദ്രത തുടങ്ങിയ ഘടകങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും അവിടെ അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥകൾ ഉണ്ടാകുന്നത്. ഭൂമിയിൽ എപ്രകാരമാണോ സൂര്യപ്രകാശം ലഭിക്കുന്നത്, സൂര്യപ്രകാശത്തിന്റെ അളവിനനുസരിച്ചായിരിക്കും താപനിലയും മർദ്ദവും കാറ്റും ആർദ്രതയും ഒക്കെ ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള ഘടകങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും അവിടെയുള്ള അന്തരീക്ഷ അവസ്ഥ ഉണ്ടാവുന്നത്. ആ ഒരു പ്രദേശത്തിന്റെ അന്തരീക്ഷ അവസ്ഥകൾക്ക് വ്യത്യാസം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘടകങ്ങളെ താപനില, മർദ്ദം, കാറ്റ്, ആർദ്രത തുടങ്ങിയ ഘടകങ്ങളെ എലമെന്റ്സ് ഓഫ് വെതർ, ദിനാന്തരീക്ഷ ഘടകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ദിനാന്തരീക്ഷം എന്നുള്ളതിനൊരു ഇൻട്രൊഡക്ഷൻ ആയി. ഇനി നോക്കാം എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി അഥവാ വെതർ എന്ന് പറയുന്നത്. ഇതെവിടെ നോക്കിക്കേ. ഒരു നിശ്ചിത പ്രദേശത്ത് ഹ്രസ്വ കാലയളവിൽ അനുഭവപ്പെടുന്ന താപനില, മർദ്ദം, കാറ്റ്, ആർദ്രത, വർഷണം തുടങ്ങിയ സാഹചര്യങ്ങളെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ദിനാന്തരീക്ഷ ഘടകങ്ങൾ അവ
ഒരു നിശ്ചിത പ്രദേശത്ത് ഹ്രസ്വ കാലയളവിൽ അനുഭവപ്പെടുന്ന ഈ ഒരു ദിനാന്തരീക്ഷ ഘടകങ്ങളെയാണ്, ഈ ഒരു സാഹചര്യങ്ങളെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി എന്താണ് കാലാവസ്ഥ? ഒരു വിശാലമായ ഭൂപ്രദേശത്ത് ദീർഘകാലമായി, നോട്ട് ചെയ്യണം കേട്ടോ, ദീർഘകാലമായിട്ട് അനുഭവപ്പെടുന്ന ദിനാവസ്ഥ സാഹചര്യങ്ങളുടെ ശരാശരിയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. അതായത് വെതർ എന്ന് പറയുന്ന ദിനാന്തരീക്ഷ സ്ഥിതി ഹ്രസ്വ കാലയളവിലാണെങ്കിൽ കാലാവസ്ഥ എന്ന് പറയുന്നത് ദീർഘകാലയളവിലാണ്. മനസ്സിലാക്കിയാൽ മതി, ഇത്രയേ ഉള്ളൂ വ്യത്യാസം എന്നുള്ള രീതിയിൽ. ഓക്കെ, ഒരു നിശ്ചിത പ്രദേശത്ത് ഹ്രസ്വ കാലയളവിൽ അനുഭവപ്പെടുന്നതാണ് ദിനാന്തരീക്ഷ സ്ഥിതി. എന്നാൽ ഒരു വിശാലമായ ഭൂപ്രദേശത്ത് ദീർഘകാലമായിട്ട് അനുഭവപ്പെടുന്നതിനെയാണ് നമ്മൾ കാലാവസ്ഥ എന്ന് വിളിക്കുന്നത്. ഏകദേശം 35 മുതൽ 40 വർഷക്കാലത്തെ ദിനാവസ്ഥ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത്. എത്ര ടൈം എടുക്കുന്നുണ്ട്? ഏകദേശം 35 മുതൽ 40 വർഷം വരെയുള്ള ദിനാവസ്ഥ സാഹചര്യങ്ങളാണ് കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് പരിഗണിക്കുന്നത്. ഭൂമുഖത്തെ സസ്യജന്തുജാലങ്ങളിലും മനുഷ്യജീവിതത്തിലും വൈവിധ്യം തീർക്കുന്നതിൽ അതത് പ്രദേശത്തെ കാലാവസ്ഥാ സാഹചര്യങ്ങൾ നിർണായകമാണ്. ഓരോ പ്രദേശത്തെയും കാലാവസ്ഥാ സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കും ആ പ്രദേശങ്ങളിലെ സസ്യജന്തുജാലങ്ങളിലും മനുഷ്യജീവിതത്തിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്ന് അർത്ഥം. ആഹാരക്രമം, വസ്ത്രധാരണം, ഭവന നിർമ്മാണം, തൊഴിൽ തുടങ്ങിയവയിൽ മാത്രമല്ല നമ്മുടെ ശാരീരികവും മാനസികവുമായ സ്ഥിതിവിശേഷങ്ങളിലും മനുഷ്യരാശിയിലെ വർണ്ണവർഗ വൈവിധ്യങ്ങളിലും കാലാവസ്ഥാ ഘടകങ്ങളുടെ സ്വാധീനം പ്രകടമായി കാണാം. കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് ആഹാരക്രമത്തിലും വസ്ത്രധാരണത്തിലും ഭവന നിർമ്മാണം, നമ്മുടെ വീടുകളുടെ രീതിയിൽ പോലും വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ ആ പ്രദേശങ്ങളിലെ തൊഴിലുകൾക്കൊക്കെ വ്യത്യാസമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇത് കൂടാതെ തന്നെ നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങളിലും തന്നെ വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ പ്രകടമായി കാണാമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ നമ്മുടെ കാർഷിക വൃത്തിയെ, ലോകമെമ്പാടുമുള്ള കാർഷിക വൃത്തിയെ മുഖ്യമായും കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടാണ് ഓരോന്നും ചെയ്യുന്നത്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഓരോ റീജിയനിലും ഓരോ തരം കൃഷി രീതിയായിരിക്കും, ഓരോ തരത്തിലുള്ള വിളകളായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. നമ്മളെ നാട്ടിൽ തന്നെ ഓരോ കാലാവസ്ഥക്കനുസരിച്ചും ഓരോ വിളകളും അവയുടെ വിളവെടുപ്പ് കാലവും എല്ലാം വ്യത്യസ്തമല്ലേ. അപ്പൊ അത്തരത്തിൽ ലോകമെമ്പാടുമുള്ള കാർഷിക വൃത്തി മുഖ്യമായും കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടാണ് നടത്തുന്നത്. ലോക ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിയ ആദ്യകാല സമുദ്ര സഞ്ചാരങ്ങൾ മുതൽ ആധുനിക ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങൾ വരെ ദിനാന്തരീക്ഷ സ്ഥിതി വിവരങ്ങളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെ ഭൂമുഖത്തെ സകല മനുഷ്യ പ്രവർത്തനങ്ങളും മറ്റുമെല്ലാം തന്നെ ഈ പറഞ്ഞ ദിനാവസ്ഥയെയും അതുപോലെ കാലാവസ്ഥയെയും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ അവ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, അതിനനുസരിച്ചാണ് നമ്മുടെ ഒരു ജീവിത രീതിയും ഉള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് അവയുടെ ഓരോന്നിന്റെയും ഓരോ ഘടകങ്ങൾ, കാലാവസ്ഥാ ഘടകങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. അതിനു മുൻപ് ഇതാ ഇവിടെ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ്, നമ്മുടെ ഇന്ത്യയുടേതായ ഇന്ത്യൻ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് IMD നിലവിലുണ്ട്. എന്താണെന്ന് നോക്കാം. ഇന്ത്യ ഗവൺമെന്റിന്റെ ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ്. രാജ്യത്ത് കാലാവസ്ഥാ നിരീക്ഷണങ്ങൾ, കാലാവസ്ഥാ പ്രവചനം തുടങ്ങിയ ചുമതലകൾ നിർവഹിക്കുന്ന പ്രധാന ഏജൻസിയാണ് IMD.യുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ കാലാവസ്ഥ നിരീക്ഷണങ്ങൾ, അതുപോലെ കാലാവസ്ഥ പ്രവചനം എന്നിവയെല്ലാം നിർവഹിക്കുന്നത് IMD എന്ന ഏജൻസിയാണ്, ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഏജൻസിയാണ്. IMDയുടെ ആസ്ഥാനം വരുന്നത് ഡൽഹിയാണ് കേട്ടോ. IMDയുടെ ആസ്ഥാനം ഡൽഹിയാണ്. ഇതുകൂടാതെ ഇന്ത്യയിലും അന്റാർട്ടിക്കയിലുമായി 100 കണക്കിന് നിരീക്ഷണ സ്റ്റേഷനുകൾ പ്രവർത്തിച്ചും വരുന്നുണ്ട്. IMDയുടെ 100 കണക്കിന് സ്റ്റേഷനുകളാണ് ഇന്ത്യയിലും അന്റാർട്ടിക്കയിലും ഒക്കെയായി പ്രവർത്തിച്ചു വരുന്നത്. ആസ്ഥാനം വരുന്നത് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? രാജ്യത്ത് കാലാവസ്ഥാ നിരീക്ഷണങ്ങൾ നടത്തുന്നു, കാലാവസ്ഥാ പ്രവചനം നടത്തുന്നു എന്നുള്ളതാണ്. ഓരോ ഘടകങ്ങളായി നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞതുപോലെ ദിനാന്തരീക്ഷ ഘടകങ്ങൾ, കാലാവസ്ഥാ ഘടകങ്ങൾ. ഒന്നാമത്തേത് അന്തരീക്ഷ താപനില, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആണ്.
നമ്മുടെ ഭൂമിയുടെ, നമ്മുടെ ജീവജാലങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട ഊർജ സ്രോതസ് എന്താണ്? സൂര്യനാണ്, നമുക്കറിയാം. ഈ സൂര്യനിൽ എപ്രകാരമാണ് ഊർജം ഉണ്ടാവുന്നത്? ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രക്രിയയാണ് അണുസംയോജനം അഥവാ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നത്. ന്യൂക്ലിയർ ഫ്യൂഷൻ, അണുസംയോജനത്തെക്കുറിച്ച് ഇതായി ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം. അണുസംയോജനം എന്നാൽ രണ്ടോ അതിലധികമോ ചെറിയ അണു കൂട്ടിയിടിച്ച് അവ സംയോജിച്ച് ഒരു വലിയ ആറ്റം രൂപപ്പെടുന്ന പ്രതിപ്രവർത്തനമാണ് ഈ പറഞ്ഞ അണുസംയോജനം എന്നത്. രണ്ടോ അതിലധികമോ ചെറിയ അണുക്കൾ സംയോജിച്ച് അവയുടെ കൂട്ടിയിടിയിലൂടെ വലിയ ഒരു തരം ആറ്റം രൂപപ്പെടുന്ന പ്രതിപ്രവർത്തനമാണ് അണുസംയോജനം, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ പോലെയുള്ള കുറഞ്ഞ ആറ്റോമിക സംഖ്യയുള്ള മൂലകങ്ങളിലാണ് ഈ പ്രക്രിയ സംഭവിക്കുന്നത്. ഇതിലൂടെ എന്ത് സംഭവിക്കുന്നു? വൻതോതിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് പ്രക്രിയയാണ് അണുസംയോജനം. ഇവിടെ സൂര്യൻ എന്ന നമ്മുടെ ഊർജ സ്രോതസ്സിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രക്രിയയാണ് അണുസംയോജനം. അണുസംയോജനം എങ്ങനെ സംഭവിക്കുന്നു? രണ്ടോ അതിലധികമോ ചെറിയ അണുകേന്ദ്രങ്ങൾ കൂട്ടിയിടിയിലൂടെ സംയോജിച്ച് ഒരു വലിയ ആറ്റം രൂപപ്പെടുന്നു. ഇനി സൂര്യൻ ഉൾപ്പെടെ പ്രപഞ്ചത്തിലെ എല്ലാ നക്ഷത്രങ്ങളിലും ഇടതടവില്ലാതെ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അണുസംയോജനത്തിലൂടെയാണ്. സൂര്യനിലെ ഊർജോൽപാദനം നടക്കുന്ന പ്രക്രിയയാണ് നമ്മളിപ്പോൾ പറഞ്ഞ അണുസംയോജനം. എന്നാൽ സൂര്യനിൽ മാത്രമാണോ? അല്ല. സൂര്യൻ ഉൾപ്പെടെ പ്രപഞ്ചത്തിലെ എല്ലാ നക്ഷത്രങ്ങളിലും ഇടതടവില്ലാതെ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അണുസംയോജനത്തിലൂടെയാണ്. അണുസംയോജനം, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന ഈ ഒരു പ്രക്രിയയിലൂടെയാണ്. സൂര്യനിൽ അണുസംയോജനത്തിലൂടെ ഓരോ സെക്കൻഡിലും 600 ദശലക്ഷം ടണ്ണിലേറെ ഹൈഡ്രജൻ ഹീലിയമായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പം എത്രത്തോളം വലിയ രീതിയിലുള്ള പ്രതിപ്രവർത്തനങ്ങളാണ് സൂര്യനിൽ നടക്കുന്നത് എന്ന് വേണം നമ്മളിവിടെ മനസ്സിലാക്കാനായിട്ട്. ഓരോ സെക്കൻഡിലുമാണ് 600 ദശലക്ഷം ടണ്ണിലേറെ ഹൈഡ്രജനാണ് ഹീലിയനായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്നത് എന്ന്. അപ്പോൾ ഇതാണ് അണുസംയോജനം. നമ്മളിവിടെ പറഞ്ഞു വന്നത് കാലാവസ്ഥ അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതിയെക്കുറിച്ചാണ്. അപ്പോൾ ഭൂമിയിൽ ചൂട്, തണുപ്പ് പോലെയുള്ള കാലാവസ്ഥ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിലേക്കാണ് നമുക്ക് ഇനി വരേണ്ടത്. ഇപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുകയാണ്? സൂര്യനിൽ എങ്ങനെയാണ് ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? കാരണം എന്താണ്? സൂര്യനാണ് നമ്മുടെ അൾട്ടിമേറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഊർജ സ്രോതസ് നമുക്ക് സൂര്യനാണ്. ഭൂമിയുടെ ഊർജ സ്രോതസ് സൂര്യനാണ്. അപ്പൊ സൂര്യനിൽ എങ്ങനെയാണ് ഊർജം ഉണ്ടാകുന്നത്, ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ന് നമ്മൾ ഇവിടെ കണ്ടു. ഇനി നമുക്ക് ഭൂമിയിലേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ കാലാവസ്ഥയിലേക്ക് ഇത് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ അണുസംയോജനത്തിലൂടെ സൂര്യനിൽ എന്ത് സംഭവിച്ചു? ഊർജം രൂപീകരിക്കപ്പെട്ടു, ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. ഈ ഊർജം ഹ്രസ്വതരംഗങ്ങളായിട്ട് വികിരണം ചെയ്യപ്പെടുന്നുണ്ട്. സൂര്യനിൽ നിന്നുള്ള വികിരണം എന്ത് ചെയ്യുന്നു? അതിൽ മുഴുവൻ ഭാഗവും നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നുണ്ടോ? ഇല്ല, അതിലൊരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ. ഏകദേശം 200 ദശലക്ഷത്തിൽ ഒരു ഭാഗം മാത്രമാണ് നമ്മുടെ ഭൗമോപരിതലത്തിലേക്ക് എത്തുന്നത്. അപ്പൊ സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെട്ടു അണുസംയോജനത്തിലൂടെ. എന്നിട്ട് ആ ഊർജം എന്ത് ചെയ്യുന്നു? ഹ്രസ്വതരംഗങ്ങളായി വികിരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഭൗമോപരിതലത്തിലേക്ക്. എന്നാൽ അത് മുഴുവനുമല്ല, 200 ദശലക്ഷത്തിൽ ഒരു ഭാഗം എന്ന കണക്കിൽ ചെറിയ ഒരു ഭാഗം മാത്രമാണ് ഭൂമിയിലേക്ക് വികിരണം ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ ഭൗമോപരിതലത്തിലെത്തുന്ന സൗരകിരണത്തിന്റെ അളവിനെയാണ് നമ്മൾ ഇൻസൊലേഷൻ എന്ന് പറയുന്നത്. ഇൻസൊലേഷൻ. ഇങ്ങനെ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന ഭൗമ വികിരണത്തിന്റെ ആകെ വരുന്നത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന്റെ ചെറിയൊരു ഭാഗമാണ്. ആ വരുന്നവയിൽ തന്നെ മിക്കതും അന്തരീക്ഷത്തിലെ കുറെ വസ്തുക്കളുണ്ടല്ലോ, അന്തരീക്ഷത്തിലെ വസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കും, അവ പുറത്തു പോകും. അതുകൂടാതെ അന്തരീക്ഷത്തിലുള്ള മറ്റ് വസ്തുക്കൾ, ഇപ്പോൾ മേഘങ്ങൾ, അതുപോലെ പൊടിപടലങ്ങൾ പോലെയുള്ളവയൊക്കെ ആഗിരണം ചെയ്യുകയും ചെയ്യും. ഇതിനു ശേഷം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുന്ന സൗരവികിരണം ഹ്രസ്വതരംഗങ്ങളായതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ ഇതൊന്നും കാര്യമായൊരു ചൂട് പിടിപ്പിക്കുന്ന ഒരു അവസ്ഥയായിരിക്കില്ല ഉണ്ടായിരിക്കുന്നത്.
ഇതൊരു ഹ്രസ്വ തരംഗമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വികിരണം ഏത് രൂപത്തിലാണ്? ഹ്രസ്വ തരംഗങ്ങളായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലൂടെ കടന്നു വരുന്ന ഈ സൗരവികിരണങ്ങൾ അന്തരീക്ഷത്തെ കാര്യമായി ചൂടുപിടിപ്പിക്കില്ല, ഹ്രസ്വ തരംഗമായതുകൊണ്ട്. സൗരവികിരണത്തിലൂടെ ഭൗമോപരിതലം എന്നാൽ ചൂടുപിടിക്കുന്നുണ്ട്. തുടർന്ന് വിവിധ താപന പ്രക്രിയയിലൂടെ ഭൗമോപരിതലത്തിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് താപവ്യാപനം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഭൗമോപരിതലം ചൂടുപിടിക്കുന്നുണ്ട് സൂര്യവികിരണത്തിലൂടെ. അതിനുശേഷം വിവിധ തരത്തിലുള്ള താപന പ്രക്രിയകൾ ഉണ്ടാകുന്നു. താപചാലനം, സംവഹനം, അഭിവഹനം, വികിരണം പോലെയുള്ള താപന പ്രക്രിയകളിലൂടെ ഭൗമോപരിതലത്തിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് താപം വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അന്തരീക്ഷത്തിൽ ആദ്യം തന്നെ ചൂട് പിടിക്കുന്നില്ല. കാരണം എന്താണ്? ഹ്രസ്വ തരംഗങ്ങളായതുകൊണ്ടാണ്. എന്നാൽ ഭൗമോപരിതലം ചൂട് പിടിക്കുന്നു. അതിനുശേഷം ചില പ്രക്രിയകളിലൂടെ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് പോലെയുള്ള ചില പ്രക്രിയകളിലൂടെ അന്തരീക്ഷം ചൂട് പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ആ പ്രക്രിയകൾ, അതിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. ഒന്നാമത് താപചാലനം, കണ്ടക്ഷൻ. ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിതാനങ്ങളിലേക്ക് താപം പകരുന്നതിനെയാണ് താപചാലനം എന്ന് പറയുന്നത്. ഭൗമോപരിതലം ചൂട് പിടിച്ചാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള ഭൗമോപരിതലത്തിനോട് തൊട്ട് ചേർന്നുള്ള അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിതാനത്തിലേക്ക് താപം പകരുന്നതിനെ താപചാലനം എന്നാണ് പറയുന്നത്. അടുത്തത് സംവഹനമാണ്, കൺവെക്ഷൻ. സംവഹനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷ വായു ചൂടുപിടിച്ച് അത് വികസിച്ച് മുകളിലോട്ട് ഉയരുന്നതിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് കൺവെക്ഷൻ അഥവാ സംവഹനം എന്ന് പറയുന്നത്. ഇവിടെ അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിതാനങ്ങളിലേക്ക് താപം മെല്ലെ പകരുന്ന രീതിയല്ല. ഇവിടെ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള അന്തരീക്ഷ വായു സ്വയം ചൂട് പിടിച്ചുകൊണ്ട് വികസിക്കുകയും ഈ വായു മുകളിലേക്ക് ഉയരുന്നതിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് താപം വ്യാപിക്കുകയും ചെയ്യുന്നു. നമ്മളിവിടെ താപവ്യാപന പ്രക്രിയകളാണ്, ഓരോ തരത്തിലാണ് താപം വ്യാപിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെയാണ് താപം വ്യാപിച്ച് പോകുന്നത്. അടുത്തതാണ് അഭിവഹനം, അഡ്വെക്ഷൻ എന്നത്. അഡ്വെക്ഷനിൽ എന്ത് സംഭവിക്കുന്നു? കാറ്റിലൂടെ തിരശ്ചീന തലത്തിലാണ് താപം വ്യാപിക്കുന്നത്. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ, അഡ്വെക്ഷൻ അഭിവഹനത്തിൽ എന്ത് സംഭവിക്കുന്നു? കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നു. വികിരണമാണ് അടുത്തത്. വികിരണം അഥവാ റേഡിയേഷൻ. ഭൗമോപരിതലം ചൂടുപിടിക്കുന്നതോടെ അന്തരീക്ഷ തരംഗങ്ങളായി ഭൗമോപരിതലത്തിൽ നിന്നും ഊർജം പുറന്തള്ളപ്പെടുന്ന പ്രക്രിയയാണ് വികിരണം എന്ന് പറയുന്നത്. ഭൗമോപരിതലം ചൂടുപിടിക്കുന്നുണ്ട്. ഇതോടെ ഭൗമോപരിതലത്തിൽ നിന്ന് ഹ്രസ്വതരംഗങ്ങളല്ല, ദീർഘതരംഗങ്ങളായിട്ട് ഭൗമോപരിതലത്തിൽ നിന്നും ഊർജം പുറന്തള്ളപ്പെടുന്നു. അങ്ങനെ ചൂടുപിടിക്കുന്ന താപവ്യാപന പ്രക്രിയയാണ് വികിരണം എന്ന് പറയുന്നത്. അപ്പൊ ഇവ നമ്മൾ മനസ്സിലാക്കിയല്ലോ. താപചാലനം, സംവഹനം, അഭിവഹനം, വികിരണം. ഇത് നമ്മളിവിടെ പറഞ്ഞു. വികിരണത്തിൽ വരുമ്പോൾ ഭൗമോപരിതലം ചൂട് പിടിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ഭൗമോപരിതലത്തിൽ നിന്ന് ഊർജം പുറന്തള്ളപ്പെടുന്നത് ദീർഘതരംഗങ്ങളായിട്ടാണ്. അപ്പൊ എന്തൊക്കെയാണ് ദീർഘതരംഗം അതുപോലെ ഹ്രസ്വതരംഗം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ വ്യത്യാസം? അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? ചൂടേറിയ വസ്തുക്കളിൽ നിന്നും ഊർജം ആഗിരണം ചെയ്യപ്പെടുന്നത് ഹ്രസ്വതരംഗങ്ങളായിട്ടാണ്. നമ്മുടെ സൂര്യനിൽ നിന്ന് എങ്ങനെയാണ്? ഹ്രസ്വതരംഗങ്ങളായിട്ടല്ലേ വരുന്നത്. അപ്പൊ ചൂടേറിയ വസ്തുക്കളിൽ നിന്നും ഊർജം വികിരണം ചെയ്യപ്പെടുന്നത് ഹ്രസ്വതരംഗങ്ങളായിട്ടാണ്. ചൂടേറിയ വസ്തുക്കളിൽ നിന്നും ഊർജം വികിരണം ചെയ്യപ്പെടുന്നത് എന്താണ് വികിരണം എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചൂട് കൂടിയ വസ്തുക്കളിൽ നിന്നും ഊർജം വികിരണം ചെയ്യപ്പെടുന്നത് ഹ്രസ്വതരംഗത്തിലാണ്. ആവൃത്തി കൂടുതലായതുകൊണ്ട് തന്നെ ഹ്രസ്വതരംഗങ്ങൾക്ക് അന്തരീക്ഷത്തിലൂടെ തടസ്സമില്ലാതെ കടന്നു പോകാനായിട്ട് കഴിയും. ഇവിടെ എന്താ നോട്ട് ചെയ്യേണ്ടത്? ഹ്രസ്വതരംഗങ്ങൾക്ക് ആവൃത്തി കൂടുതലായിരിക്കും. അതുകൊണ്ട് എന്താണ്? ആവൃത്തി കൂടുതലായതുകൊണ്ട് തടസ്സമില്ലാതെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകാനായിട്ട് ഈ പറഞ്ഞ ഹ്രസ്വതരംഗങ്ങൾക്ക് സാധിക്കും. ആവൃത്തി കൂടുതലല്ലേ, അപ്പോൾ അന്തരീക്ഷത്തിലൂടെ തടസ്സമില്ലാതെ ഹ്രസ്വതരംഗങ്ങൾ കടന്നു പോകുന്നുണ്ട്.
എന്നാൽ താരതമ്യേന ചൂട് കുറവുള്ള വസ്തുക്കളിൽ നിന്നും ഊർജ വികിരണം നടക്കുന്നത് ദീർഘതരംഗത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഭൗമോപരിതലത്തിൽ എത്തുമ്പോൾ, ഭൗമോപരിതലത്തിൽ എന്താണ്, സൂര്യനെ അപേക്ഷിച്ച് താരതമ്യേന ചൂട് കുറവാണ്. അത്തരത്തിൽ ചൂട് കുറവുള്ള വസ്തുക്കളിൽ നിന്നും ചൂട് കുറഞ്ഞ വസ്തുക്കളിൽ നിന്നും ഊർജ വികിരണം ദീർഘതരംഗങ്ങളായിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. ഇത്തരം തരംഗങ്ങൾക്ക് ആവൃത്തി എന്തായിരിക്കും? കുറവായിരിക്കും. ദീർഘതരംഗത്തിൽ ആവൃത്തി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവ അന്തരീക്ഷ വസ്തുക്കളാൽ ആഗിരണം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നു. ഇവയ്ക്ക് തടസ്സമില്ലാതെ അധിക ദൂരം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ആവൃത്തി കുറവാണ് എന്നുള്ളതാണ്. അപ്പൊ ദീർഘതരംഗങ്ങൾക്ക് ആവൃത്തി കുറവായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഹ്രസ്വതരംഗം, എന്താണ് ദീർഘതരംഗം എന്ന് മനസ്സിലായില്ലേ? ഓക്കെ, അങ്ങനെ വികിരണം ചെയ്യപ്പെട്ട് ഭൗമോപരിതലത്തിൽ നിന്ന്, എങ്ങനെയാണ് ഭൗമോപരിതലത്തിൽ നിന്ന് വികിരണം ചെയ്യുമ്പോൾ ഏത് തരംഗങ്ങൾ രൂപത്തിലായിരിക്കും പോകുന്നുണ്ടാവുക? ദീർഘതരംഗ രൂപത്തിലായിരിക്കും. ദീർഘതരംഗങ്ങളായിട്ട് ഊർജം പുനർവികിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയെ നമ്മൾ എന്ത് പേരിൽ വിളിക്കും? ഭൗമവികിരണം എന്ന് വിളിക്കും. ഭൗമവികിരണം എന്താണ് നമ്മൾ പറഞ്ഞത്? സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക്, ഭൗമോപരിതലത്തിലേക്ക് താപം വ്യാപിക്കപ്പെട്ടു, അതിനുശേഷം ഇവിടെ വികിരണം സംഭവിച്ചു. വികിരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ദീർഘതരംഗങ്ങളായി ഭൗമോപരിതലത്തിൽ നിന്നും ഊർജം പുറന്തള്ളപ്പെടുന്ന പ്രക്രിയയാണ്. എന്തുകൊണ്ടാണ് ദീർഘതരംഗമായത്? പൊതുവെ താരതമ്യേന ചൂട് കുറഞ്ഞ പ്രതലത്തിൽ നിന്നും, ചൂട് കുറഞ്ഞ വസ്തുക്കളിൽ നിന്നും ഊർജം വികിരണം ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ദീർഘതരംഗങ്ങളായത്. അത്തരത്തിൽ ഭൗമോപരിതലത്തിൽ നിന്നും ദീർഘതരംഗങ്ങളായി ഊർജം പുനർവികിരണം ചെയ്യപ്പെടുകയല്ലേ? സൂര്യനിൽ നിന്ന് വന്നു, ഭൗമോപരിതലത്തിൽ നിന്നും വീണ്ടും. അപ്പോൾ പുനർവികിരണം ചെയ്യപ്പെടുന്ന ഈ ഒരു പ്രക്രിയയാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ അല്ലെങ്കിൽ ഭൗമവികിരണം. ഇവ ഭൗമാന്തരീക്ഷത്തിൽ നിന്നല്ലേ വീണ്ടും വികിരണം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഭൗമവികിരണം എന്ന പേരിലാണ് പറയുന്നത്. ഈ ഭൗമവികിരണത്തെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഹരിതഗൃഹവാതകങ്ങൾ ആഗിരണം ചെയ്യുന്നത് അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കുന്നു. ഇതിനെയാണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്. അപ്പൊ ആഗിരണം ചെയ്യപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാ? നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, അതുപോലെ ആവൃത്തി കുറവായതുകൊണ്ട് തന്നെ അവയ്ക്ക് അന്തരീക്ഷത്തിലൂടെ തടസ്സമില്ലാതെ കടന്നു പോകാനാകില്ല. അന്തരീക്ഷത്തിലുള്ള വസ്തുക്കൾ കൊണ്ട് ഇവ ആഗിരണം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ പ്രതിഫലിക്കുകയോ ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, അന്തരീക്ഷത്തിൽ ഇത്തരത്തിൽ ഭൗമവികിരണം അന്തരീക്ഷത്തിൽ എത്തുമ്പോൾ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഹരിതഗൃഹവാതകങ്ങൾ ഇവയെ എന്ത് ചെയ്യും? ആഗിരണം ചെയ്യും. അതുമൂലം എന്ത് സംഭവിക്കും? അന്തരീക്ഷം ചൂടുപിടിക്കും. ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ, ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ഹരിതഗൃഹ പ്രഭാവം എന്ന പേരിൽ പറയുന്നത്. ഇങ്ങനെ നമ്മുടെ ഭൂമിയിലേക്ക് എല്ലാ ദിവസവും തന്നെ വികിരണം, ഭൗമ വികിരണങ്ങൾ എത്തുന്നുണ്ടാവില്ലേ? എന്ന് വെച്ച് ഇവിടെ നമുക്ക് ഭൂമിയിൽ താപം കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്ത് അങ്ങ് എക്സ്ട്രീം ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒന്നും നമുക്ക് ഉണ്ടാവാറില്ലല്ലോ. എന്തുകൊണ്ടാണ്? ആ ഒരു പ്രക്രിയയിലേക്കാണ് ഇപ്പോൾ വരുന്നത്. പ്രതിദിനം ഭൂമിയിലേക്ക് വന്നു ചേരുന്ന ഏറെക്കുറെ മുഴുവൻ ഊർജവും ഇത്തരത്തിൽ പുനർവികിരണം ചെയ്യപ്പെടുന്നതിലൂടെ ഭൗമോപരിതല താപം ക്രമാതീതമായി കൂടാതെയും കുറയാതെയും സന്തുലിതമായി നിലനിർത്താനാകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഈ ഒരു താപസന്തുലന പ്രക്രിയയാണ് ഭൂമിയുടെ താപ ബജറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഭൂമിയുടെ താപ ബജറ്റ്. താപ ബജറ്റ് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ ഇവിടെ ഈ ഒരു പിക്ചറിലേക്ക് നോക്കിയാൽ മതി. ഇവിടെ ഇതാ സൗരവികിരണം എങ്ങനെ ഭൂമിയിലേക്ക് വരുന്നുണ്ട്. ഈ വരുന്ന സൗരവികിരണത്തിൽ ഏകദേശം 35%, ഇതിപ്പോ ഒരു സൗരവികിരണം 100% കണക്കാക്കുകയാണെങ്കിൽ സൗരവികിരണത്തിൽ 35% അന്തരീക്ഷം തന്നെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ്. അതിനുശേഷം അന്തരീക്ഷത്തിലെ മേഘങ്ങളും പൊടിപടലങ്ങളും ഒക്കെ എത്ര ശതമാനം? ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ 14% അവയെ ആഗിരണം ചെയ്യുന്നു. അപ്പോൾ അത്രയും തീർന്നു. അതിനുശേഷം ഭൗമോപരിതലത്തിലേക്ക് ലഭിക്കുന്നത് എത്രയാണ്? ഭൗമോപരിതലത്തിലേക്ക് ലഭിക്കുന്നത് 51% മാത്രമാണ്. 51% ലഭിക്കുന്നത്. അതിനുശേഷം ഇവിടെ നടക്കുന്ന ഈ പ്രക്രിയയിലൂടെ എന്തൊക്കെയാണ്? താപചാലനം, സംവഹനം തുടങ്ങിയ താപവ്യാപന പ്രക്രിയയിലൂടെ എന്ത് സംഭവിക്കുന്നു?
ഭൗമവികിരണമായിട്ട് 34 യൂണിറ്റോളം ഊർജം അന്തരീക്ഷത്തിലേക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. ഇത് ഇതുപോലെ അന്തരീക്ഷത്തിലേക്ക് കൈമാറും. അതിനുശേഷം ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ 17% ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് നേരിട്ട് ശൂന്യാകാശത്തിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. 17 യൂണിറ്റ് ഊർജം ഭൗമോപരിതലത്തിൽ നിന്നും നേരിട്ടും 48 യൂണിറ്റ് ഊർജം അന്തരീക്ഷത്തിൽ നിന്ന് പുനർവികിരണം ചെയ്യപ്പെടുന്നതിലൂടെ ഭൂമിയിലും അന്തരീക്ഷത്തിലുമായി ലഭ്യമായ മുഴുവൻ ഊർജവും മടക്കി അയക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളതിലെ 34% ഇവിടെ ഭൗമവികിരണമായിട്ട് കുറച്ച് ഭാഗം 34% മേഘങ്ങളിലേക്കും മറ്റുമായിട്ട് ആഗിരണം ചെയ്യപ്പെടുന്നത്. അതിനുശേഷമുള്ള ഭാഗമാണ് 17% എന്നത്. അത് നേരിട്ട് ശൂന്യാകാശത്തിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 17 യൂണിറ്റ് ഊർജം ഭൗമോപരിതലത്തിൽ നിന്ന് നേരിട്ട് പുറത്തു പോകുന്നുണ്ട്. അതുപോലെ 48 യൂണിറ്റ് 34 യൂണിറ്റും ഇവിടെ പറഞ്ഞതുപോലെ 14 യൂണിറ്റും എന്താണ്? ഭൗമ പുനർവികിരണത്തിലൂടെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുനർവികിരണം ചെയ്യപ്പെട്ട് അന്തരീക്ഷത്തിലുമായിട്ട് ലഭ്യമായിട്ടുള്ള 100% ഊർജവും ഇവിടെ ബജറ്റ് പ്രകാരം ക്രമീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് വായിക്കാം. അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന ആകെ ഊർജം 100 യൂണിറ്റായി സങ്കല്പിക്കുകയാണെങ്കിൽ അതിൽ 34 യൂണിറ്റ് ഊർജം പ്രതിഫലനത്തിലൂടെ തിരിച്ചു പോകുകയും 14 യൂണിറ്റ് ഊർജം അന്തരീക്ഷ വസ്തുക്കൾ ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. 14 യൂണിറ്റ് ഊർജം അന്തരീക്ഷ വസ്തുക്കൾ ആഗിരണം ചെയ്യുന്നു. ഭൗമോപരിതലത്തിൽ ലഭിക്കുന്നത് ആകെ 51 യൂണിറ്റ് ഊർജം മാത്രമാണ്. 51 യൂണിറ്റ് ഊർജമാണ് ഭൗമോപരിതലത്തിലേക്ക് ലഭിക്കുന്നത്. ഇതിൽ താപചാലനം, സംവഹനം തുടങ്ങിയ താപന പ്രക്രിയയിലൂടെ ഭൂമിയിൽ നിന്ന് 34 യൂണിറ്റ് ഊർജം അന്തരീക്ഷത്തിന് കൈമാറുന്നു. ഇങ്ങനെ ഇത്തരം പ്രക്രിയയിലൂടെ ഇവിടെ നിന്ന് ഭൗമവികിരണത്തിലൂടെ 34 യൂണിറ്റ് അന്തരീക്ഷത്തിലേക്ക് കൈമാറുന്നു. 17 യൂണിറ്റ് ഊർജം ഭൗമോപരിതലത്തിൽ നിന്ന് നേരിട്ടും ഇവിടെ പറഞ്ഞതുപോലെ ശൂന്യാകാശത്തേക്ക് നേരിട്ടും 48 യൂണിറ്റ് ഊർജം അന്തരീക്ഷത്തിൽ നിന്നും പുനർവികിരണം ചെയ്യപ്പെടുന്നതിലൂടെ ഭൂമിയിലും അന്തരീക്ഷത്തിലുമായി ലഭ്യമായ മുഴുവൻ ഊർജവും മടക്കി അയക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ആ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത്. അപ്പൊ ഇതാണ് താപ ബജറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ. താപ ബജറ്റ് പ്രകാരം നമുക്ക് ഒരുപോലെയാണ്, ഏതാണ്ട് സന്തുലിതമായിട്ടാണ് താപം ലഭിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് ഒരു ദിവസം ഒരേപോലെയാണോ, രാവിലെയും വൈകുന്നേരവും എല്ലാം ഒരേപോലെയാണോ താപം ലഭിക്കുന്നത്? അല്ല. എന്തുകൊണ്ടാണ്? സൂര്യോദയം മുതൽ ഭൂമുഖത്തേക്ക് പ്രവഹിക്കുന്ന സൂര്യവികിരണത്താൽ ഭൗമോപരിതല താപം ക്രമേണ ഉയരുകയും ഉച്ചയോടെ അത് പാരമ്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെയാണ്? സൂര്യോദയം മുതൽ സൂര്യരശ്മിയുടെ ആ ഒരു ശക്തി അല്ലെങ്കിൽ ചൂട് കൂടി വരികയാണ് ചെയ്യുന്നത്. സൗരവികിരണത്താൽ ഭൗമോപരിതല താപം ക്രമേണ കൂടിയാണ് വരുന്നത്. സൂര്യന്റെ ഒരു താപശക്തി കൂടി വന്ന് ഉച്ചയാവുമ്പോഴേക്കും രാവിലത്തേതിനെ അപേക്ഷിച്ച് പാരമ്യതയിലെത്തും ചൂട്. അത്തരത്തിൽ നല്ല രീതിയിൽ ചൂട് അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഉച്ചയാകുമ്പോഴത്തേക്കും ഉണ്ടാകും. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള താപവ്യാപന പ്രക്രിയയിലൂടെയാണ് അന്തരീക്ഷം ചൂടാകുന്നത്. അതുകൊണ്ട് തന്നെ അന്തരീക്ഷം ചൂടാകുന്നതിന് ഭൗമോപരിതലം ചൂടാകാൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ്. ഇവിടെ ഭൗമോപരിതലം പെട്ടെന്ന് ചൂടാകും, എന്നാൽ അന്തരീക്ഷം കുറച്ച് സമയമെടുത്തിട്ട്, കൂടുതൽ സമയം, ഭൗമോപരിതലത്തിനേക്കാളും കൂടുതൽ സമയമെടുത്തിട്ടാണ് അന്തരീക്ഷം ചൂടാകുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് 2 മണിക്ക് രേഖപ്പെടുത്തുന്ന താപനിലയാണ് ഒരു ദിവസത്തെ കൂടിയ അന്തരീക്ഷ താപനിലയായി കാലാവസ്ഥാ നിരീക്ഷകർ കണക്കാക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ചൂട് കൂടുന്ന കാലത്ത് നമ്മളോട് പറയില്ലേ, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ പുറത്തിറങ്ങരുത്, ചൂട്, സൂര്യനിൽ നിന്നുള്ള നേരിട്ടുള്ള ചൂട് നേരിട്ട് കൊള്ളരുതെന്നൊക്കെ പറയില്ലേ. എത്ര മണിയാ പറയാറ്? നമ്മളോട് ആ ഒരു ഉച്ച സമയമല്ലല്ലോ പറയാറ്. വൈകുന്നേരം 3 മണി വരെ, അല്ലെങ്കിൽ വൈകുന്നേരം 2:30-3 മണി വരെയുള്ള സമയം വരെ പുറത്തിറങ്ങരുതെന്നാണ് പറയുക. ആ ഒരു നേരം നേരിട്ടുള്ള സൂര്യന്റെ വെളിച്ചം അടിക്കരുത്, സൂര്യന്റെ താപം നേരിട്ട് കൊള്ളരുത് എന്ന് പറയാറില്ലേ. അത് ഇതുകൊണ്ടാണ് കേട്ടോ.
11 മണി മുതൽ 2 മണി വരെയുള്ള സമയമാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് എന്നതുകൊണ്ടാണ് ഈ ചൂട് കൂടിയ കാലാവസ്ഥയിൽ ആ സമയത്ത് പുറത്തിറങ്ങരുത് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അന്തരീക്ഷം മെല്ലെയാണ് ചൂടാവുക. ഭൗമോപരിതലം ചൂടാകുന്നതിനെടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയമെടുത്താണ് അന്തരീക്ഷം ചൂടാവുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനിലയായിട്ട് കണക്കാക്കുന്നത് ഉച്ചയ്ക്ക് 2 മണിക്ക് രേഖപ്പെടുത്തുന്ന സമയം ആയിരിക്കും. അതിനെയാണ് കാലാവസ്ഥാ നിരീക്ഷകർ അന്നത്തെ താപനില, അന്തരീക്ഷ താപനിലയായി കണക്കാക്കുന്നത്. ഉച്ചതിരിഞ്ഞ് സൗരവികിരണത്തിന്റെ തീക്ഷ്ണത എന്ത് സംഭവിക്കും? കുറഞ്ഞു വരും. അത്തരത്തിൽ കുറയുന്നതും സമാന്തരമായി ഉണ്ടാകുന്ന ഭൗമ വികിരണങ്ങളും കാരണം ഭൗമോപരിതലത്തിൽ എന്ത് സംഭവിക്കുന്നു? ക്രമേണ താപം കുറയുന്നു. നമുക്ക് സാധാരണ അനുഭവപ്പെടുന്നത് തന്നെയാണ്. രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് താപം കുറവായിരിക്കും. പിന്നീട് അതിനനുസരിച്ച് അന്തരീക്ഷം ചൂട് പിടിക്കുന്നതിനനുസരിച്ച് താപനില കൂടി വരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് ശേഷം 3 മണിക്ക് ശേഷം ഉച്ചതിരിഞ്ഞ് സൗരവികിരണത്തിന്റെ തീക്ഷ്ണത കുറഞ്ഞ് അവ മെല്ലെ ക്രമേണ ഭൗമോപരിതലത്തിന്റെ താപം കുറയുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു. അങ്ങനെ രാത്രികാല ഭൗമ വികിരണത്തിലൂടെ കൂടുതൽ ഊർജം നഷ്ടപ്പെട്ടുകൊണ്ട് ഭൗമോപരിതലവും അന്തരീക്ഷവും ഒക്കെ തണുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് രാത്രിയിൽ നമുക്ക് ആ ഒരു തണുപ്പ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യോദയത്തിന് തൊട്ടു മുൻപുള്ള താപനിലയാണ് ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ താപനിലയായി കണക്കാക്കുന്നത്. സൂര്യോദയത്തിന് തൊട്ടു മുൻപുള്ള താപനിലയാണ് ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ താപനില. രാത്രികാലങ്ങളിൽ ഭൗമവികിരണത്തിലൂടെ ഊർജം നഷ്ടപ്പെട്ട് ഭൗമോപരിതലവും അന്തരീക്ഷവും കൂടുതൽ തണുക്കുന്നു എന്നതുകൊണ്ടാണ് സൂര്യോദയത്തിന് തൊട്ട് മുൻപുള്ള താപനിലയെ കുറച്ചുകൂടി അക്യുറേറ്റ് ആണ് എന്ന നിലയിൽ ഏറ്റവും കുറഞ്ഞ താപനിലയായി കണക്കാക്കുന്നത്. അപ്പൊ നമ്മളിവിടെ എന്താണ് കണ്ടത്? ഒരു ദിവസത്തെ മാക്സിമം താപനിലയും മിനിമം താപനിലയും അളക്കുന്നു എന്ന്. എങ്ങനെയാണ് അത് അളക്കുന്നത്? തെർമോമീറ്റർ, അന്തരീക്ഷ താപനില അളക്കുന്നത് തെർമോമീറ്റർ എന്ന ഉപകരണത്തിലാണ്. ഇതാണ് തെർമോമീറ്റർ. ഇതിലെങ്ങനെയാണ്? സാധാരണയുള്ള 2 തെർമോമീറ്ററുകളെ ആകൃതിയിലുള്ള ഗ്ലാസ് ട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു പ്രത്യേക തരം ഉപകരണമാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ എന്നത്. ഇവിടെ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിലുള്ള രേഖപ്പെടുത്തലുകളിൽ നിന്ന് ആ ഒരു ദിവസത്തെ ഏറ്റവും കൂടുതൽ മാക്സിമം ആയിട്ടുള്ള താപനിലയും അതുപോലെ മിനിമം ഏറ്റവും കുറഞ്ഞ താപനിലയും കണ്ടെത്താനായി സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഏത് രീതിയിലൂടെ, ഏത് ഉപകരണത്തിലൂടെയാണ് മാക്സിമം മിനിമം തെർമോമീറ്ററിലൂടെ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനിലയും ഏറ്റവും കുറഞ്ഞ താപനിലയും നമ്മൾ മനസ്സിലാക്കും. ഏത് ഉപകരണമാണ്? തെർമോമീറ്റർ ആണ്. ഈ തെർമോമീറ്ററിൽ എങ്ങനെയാണ് ഈ ഒരു താപം, ഏറ്റവും കൂടുതൽ താപം ഏറ്റവും കുറഞ്ഞ താപം കണ്ടെത്തുന്നത്? ഏതാണ് ഇതിന്റെ ഏകകം എന്ന് ചോദിച്ചാൽ ഡിഗ്രി സെൽഷ്യസും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ഡിഗ്രി ഫാരൻഹീറ്റും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നോക്കിക്കേ, ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് എന്നീ ഏകകങ്ങളിലാണ് താപനില രേഖപ്പെടുത്തുന്നത്. ഫാരൻഹീറ്റിൽ ജലത്തിന്റെ ഖരാങ്കം 32 ഡിഗ്രിയും തിളനില 212 ഡിഗ്രിയുമാണ്. ജലത്തിന്റെ ഖരാങ്കം 32 ഡിഗ്രിയും തിളനില 212 ഡിഗ്രിയുമാണ്. ഇത് ഫാരൻഹീറ്റിൽ. ഇത് സെൽഷ്യസ് സ്കെയിലിലേക്ക് വരുമ്പോൾ എങ്ങനെ സംഭവിക്കും? ജലത്തിന്റെ ഖരാങ്കം 0 ഡിഗ്രി, ഐസാകുന്നത് 0 ഡിഗ്രിയിലാണ്. അതുപോലെ ജലത്തിന്റെ തിളനില എവിടെയാണ്? 0 ഡിഗ്രി എന്ന് മാറി 100 ഡിഗ്രിയിൽ എത്തുമ്പോഴാണ് തിളയ്ക്കുന്നത്. ജലം തിളയ്ക്കുന്ന സെൽഷ്യസ്, ഡിഗ്രി സെൽഷ്യസ് ആണ് ചോദിച്ചത്, 100 ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇതിനെ ഇനി കൺവേർട്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇപ്പോൾ ഫാരൻഹീറ്റ് ആണ് തരുന്നത് എങ്കിൽ അതിനെ സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇപ്പം നമുക്കൊരു 100 എന്ന വാല്യൂ, 100 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് എങ്കിൽ 100 ഫാരൻഹീറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ എഫ് എന്ന അക്ഷരത്തിന് പകരം ഇവിടെ നമ്മൾ 100, അപ്പം 100 മൈനസ് 32 ഇൻറ്റു 5/9 നമ്മൾ യൂസ് ചെയ്ത് ഈ ഒരു ആൻസർ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതാണ് അവിടുത്തെ ഡിഗ്രി സെൽഷ്യസ് വാല്യൂ എന്നത്. അതുപോലെ തന്നെയാണ് ഫാരൻഹീറ്റിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ അല്ലേ?
അങ്ങനെ നമ്മളിവിടെ ഇതിൽ പ്രകാരം കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദൈനിക താപാന്തരവും ദൈനിക ശരാശരി ഊഷ്മാവും കണക്കാക്കാം. എന്താണ് ദൈനിക താപാന്തരം? ഈ ഒരു ടേമും ഇതിന്റെ അർത്ഥവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, ഈ അടുത്തല്ല കുറച്ച് മുന്നേ ഉള്ള ഒരു ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു വാക്കും അതിന്റെ ഒരു എന്താ പറയുക ഡെഫിനിഷൻ പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഇല്ലേ, കുഴപ്പമില്ല, നമ്മളിത് ഇവിടെ ഒന്നുകൂടെ പഠിക്കുകയാണത്. ഓക്കെ, അപ്പൊ ഇത് എന്താണെന്നാണ് പറയുന്നത്? ദൈനിക താപാന്തരം എന്താണ്, ദൈനിക ശരാശരി താപനില എന്താണ് നോക്കാം. ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ദൈനിക താപാന്തരം എന്ന് പറയുന്നത്. നമ്മളിവിടെ ഒരു ദിവസത്തെ ഏറ്റവും കൂടുതലും കുറവുമായിട്ടുള്ള താപനിലയാണ് കണ്ടെത്തുന്നത്. ദൈനികം എന്ന് വെച്ചാൽ ഒരു ദിവസത്തെ, താപം എന്താണ്? ടെമ്പറേച്ചറാണ്. അന്തരം എന്താണ്? വ്യത്യാസമാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. ദൈനിക താപാന്തരം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം. ക്ലിയർ അല്ലേ? ദൈനിക താപാന്തരം ഈക്വൽ ടു കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില. ഇനി ശരാശരിയിലേക്ക് വരുമ്പോൾ എന്താണ് ശരാശരി? ബേസിക്കലി ശരാശരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഹരിക്കണം എണ്ണം, അതല്ലേ ശരാശരി? അതെ, അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരു ദിവസത്തെ ശരാശരി താപനിലയാണ് ദൈനിക ശരാശരി താപനില. എങ്ങനെയാ വരുന്നത്? ആകെ ഹരിക്കണം എണ്ണം. ആകെ എന്താണ്? കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില. എണ്ണം എത്രയാണ്? 2 ഉള്ളൂ, ബൈ 2, അത്രയേ ഉള്ളൂ. ദൈനിക ശരാശരി താപനില എന്നാൽ കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില ബൈ 2. ഇതാണ് ദൈനിക ശരാശരി താപനിലയും ദൈനിക താപ അന്തരവും. നമ്മളിവിടെ താപനിലയെ കുറിച്ച് പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞു ചൂട് കൂടുന്നു, ചൂട് കുറയുന്നു എന്നിങ്ങനെ. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചൂടും താപനിലയും. എന്താണ് ചൂട്, എന്താണ് താപനില നോക്കാം. തന്മാത്രാ ചലനം മൂലം ഒരു വസ്തുവിലുണ്ടാകുന്ന ആകെ ഊർജമാണ് ചൂട് അഥവാ താപം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? തന്മാത്രാ ചലനം മൂലം, തന്മാത്രകളുടെ ചലനം മൂലം ഒരു വസ്തുവിലുണ്ടാകുന്ന ആകെ ഊർജത്തെ ചൂട് അഥവാ താപം എന്ന് പറയുന്നു. ഇത് അളക്കുന്നത് എങ്ങനെയാണ്? ചൂടല്ലെങ്കിൽ താപം അളക്കുന്നത്. താപത്തിന്റെ യൂണിറ്റ് ആണ് ജൂൾ എന്നത്. ജൂൾ താപത്തിന്റെ യൂണിറ്റ് ആണ്. ജൂൾ താപത്തിന്റെ യൂണിറ്റ് ആണ്. ഇനി താപനിലയിലേക്ക് വരുമ്പോൾ ഒരു വസ്തുവിന്റെ താപത്തിന്റെ അളവുകോലാണ് ഊഷ്മാവ് അല്ലെങ്കിൽ താപനില എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ താപത്തിന്റെ അളവുകോലാണ് ഊഷ്മാവ് അല്ലെങ്കിൽ താപനില. ഇത് ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്, കെൽവിൻ തുടങ്ങിയ ഏകങ്ങൾ രേഖപ്പെടുത്തിയാണ് പറയുന്നത്. ഓക്കെ, താപനില എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസ് ആവാം, ഡിഗ്രി ഫാരൻഹീറ്റ് ആവാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കെൽവിനും ആകാം. അപ്പൊ ഒരു വസ്തുവിന്റെ താപത്തിന്റെ അളവാണ് ഊഷ്മാവ് അല്ലെങ്കിൽ താപനില. അപ്പോൾ വ്യത്യാസം മനസ്സിലായല്ലോ. ചൂട് എന്താണ്, താപനില എന്താണ്? ചൂട് നമ്മൾ അളക്കുന്നത് ജൂളിലാണ്, താപനില ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്, കെൽവിൻ, ഇവ ഏതും ആകാം. ഓക്കെ, അങ്ങനെ നമ്മൾ താപനില, കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും മനസ്സിലാക്കി, ദൈനിക താപാന്തരം മനസ്സിലാക്കി, ദൈനിക ശരാശരി താപനിലയും മനസ്സിലാക്കി. ഇവയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ പ്രദേശത്തും എങ്ങനെയാണ് താപനില കണ്ടെത്തുന്നത് എന്നെല്ലാം നമ്മൾ ക്ലിയറായി മനസ്സിലാക്കി. ഇനി ഇത്തരത്തിൽ ഓരോ പ്രദേശത്തും രേഖപ്പെടുത്തുന്ന താപനിലകളുണ്ടല്ലോ, ഇവയെല്ലാം ഭൂപടത്തിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഒരു സാങ്കല്പിക രേഖ വരയ്ക്കുകയാണെങ്കിൽ ആ രേഖയെ നമ്മൾ സമതാപരേഖ എന്നായിരിക്കും പറയുന്നത്. ക്ലിയർ ആണോ? അത് നമ്മളിപ്പോൾ ഒരേപോലെയുള്ള താപം എവിടെയൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ അപ്പൊ നമ്മൾ മാപ്പിൽ മാർക്ക് ചെയ്യാണ്. ഇപ്പൊ ഒരിടത്ത് ഇത്ര താപമാണ്, മറ്റൊരിടത്ത് ഇത്ര താപമാണ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ അതിൽ ഒരേ താപമുള്ളവയെല്ലാം തന്നെ ഒരു രേഖയായി വരയ്ക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള രേഖകളെ സമതാപരേഖകൾ, ഐസോതേംസ് എന്ന് നമ്മൾ പറയുന്നു. ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമതാപരേഖകൾ. സമതാപരേഖകൾ അല്ലെങ്കിൽ ഐസോതേംസ്. ഈ ഒരു സമതാപരേഖാ ഭൂപടങ്ങൾ താപവിതരണം സംബന്ധിച്ച വിശകലനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്.
ഈ ഒരു മാപ്പ് നോക്കിക്കേ. ഈ ഒരു മാപ്പിൽ ആഗോള താപ വിതരണമാണ് കാണിക്കുന്നത്. എല്ലാം ഡിഗ്രി സെൽഷ്യസിലാണ്. ജനുവരിയിലെ ഒരു കാലാവസ്ഥയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിലാണ് സമതാപ രേഖകൾ ഐസോതെർംസ് വരയ്ക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഭൂമധ്യരേഖ ഇവിടെ തന്നിട്ടുണ്ട്. ഭൂമധ്യരേഖയിൽ ഏകദേശം 30 ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിക്കുന്നത്. ഭൂമധ്യരേഖയിൽ നിന്ന് വിട്ടു പോകും തോറും നോക്കിക്കേ, കുറഞ്ഞു വരുന്നതായിട്ടൊരു പ്രതിഭാസം കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കുറച്ചുകൂടെ ഭൂമധ്യരേഖയിലാണ് ചൂട് കൂടുതലായിട്ടുള്ളത്. അതിന് ശേഷം അങ്ങോട്ടേക്ക് ഇവിടെ മേലേക്കൊക്കെ നോക്കുമ്പോൾ, ആർട്ടിക് ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ -12.5 -25 നമുക്ക് കാണാൻ പറ്റും അല്ലേ? അപ്പൊ ഇവിടെ താഴെ ഇതാ അന്റാർട്ടിക്കയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ 0 ഡിഗ്രി വരെയൊക്കെ എത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് ഒരു സമതാപരേഖകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആഗോള താപ വിതരണം നടത്തിയിട്ടുള്ള മാപ്പ് അല്ലെങ്കിൽ ഭൂപടം എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിട്ടുണ്ട്, വൻകരകളും സമുദ്രങ്ങളും ചേരുന്ന ഇടങ്ങളിൽ സമതാപരേഖകൾ പ്രകടമായി വളയുന്നത് എന്തുകൊണ്ടായിരിക്കാമെന്ന്. വൻകരകളും സമുദ്രങ്ങളും ചേരുന്ന ഭാഗത്ത് ഇത്തരത്തിൽ പ്രകടമായിട്ട് നമുക്കൊരു വളവുകൾ കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണത്? ഇതിന് കാരണം ഉഷ്ണകാലത്ത് കടലിനെ അപേക്ഷിച്ച് കരയിൽ എന്താണ് ഉയർന്ന താപനിലയും എന്നാൽ ശൈത്യകാലത്ത് കുറഞ്ഞ താപനിലയും ആയിരിക്കും അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരേ അക്ഷാംശ രേഖയിലാണെങ്കിൽ പോലും കരയും കടലും വ്യത്യാസമായിട്ടായിരിക്കും ചൂട് പിടിക്കുന്നത്. നമ്മൾ നേരത്തെ ഇതിന്റെ സയന്റിഫിക് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കരയും കടലും വ്യത്യസ്തമായി ചൂട് പിടിക്കുന്നത് കൊണ്ടാണ് സമതാപരേഖകൾ ഇതുപോലെ വളഞ്ഞ് കരയും കടലും ചേരുന്ന ഭാഗത്ത്, വൻകര സമുദ്രം ചേരുന്ന ഭാഗത്ത് ഇത്തരത്തിൽ വ്യത്യസ്ത രീതിയിൽ വളഞ്ഞ് കാണപ്പെടുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തൊരു ചോദ്യം കൂടെ ഇവിടെ തന്നിട്ടുണ്ട്. ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ സമതാപരേഖകൾ അക്ഷാംശങ്ങൾക്ക് ഏറെക്കുറെ സമാന്തരമാകാൻ എന്താണ് കാരണം എന്നുള്ളത്. ഉത്തരാർദ്ധഗോളത്തിൽ ഇവിടെ കണ്ടില്ല ഇത്രയധികം ഫ്ലക്ച്വേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ താഴെ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് വന്നപ്പോഴേക്കും ഇവിടെ എന്താണ്, സമതാപരേഖകൾ ഏതാണ്ട് സമാന്തരങ്ങളായിട്ട് തന്നെയാണ് പോകുന്നത്. ഇതിന് കുറച്ച് കാരണങ്ങൾ പറയണമെങ്കിൽ പ്രധാനമായിട്ടും ഉത്തരാർദ്ധഗോളത്തിലാണ് വൻകരകൾ കൂടുതൽ, അതുകൊണ്ടാണ്. രണ്ടാമത്, ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ സമുദ്രത്തിന്റെ സാന്നിധ്യം കൂടുതലാണ്, സമുദ്രം കൂടുതലാണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഘടകം കൂടിയുണ്ട്, കരയും കടലും വ്യത്യസ്തമായി ചൂട് പിടിക്കുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഫ്ലക്ച്വേഷൻസ് അനുഭവപ്പെടാൻ കൂടുതൽ സാധ്യത എവിടെയാണ്? നോർത്ത് സൈഡിലായിരിക്കും അല്ലേ? അതുപോലെ തന്നെയാണ് കര പെട്ടെന്ന് ചൂടാവുന്നു, അതുപോലെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രതിഭാസം. ദക്ഷിണാർദ്ധഗോളത്തിൽ സമതാപരേഖകൾ ഏതാണ്ട് മധ്യരേഖയ്ക്ക് ഏറെക്കുറെ സമാന്തരങ്ങളായിട്ട് പോകുന്നതും നോർത്തിലേക്ക് ഉത്തരാർദ്ധഗോളത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ, ഇത്രയധികം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ രേഖകൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതും ക്ലിയർ അല്ലേ? അങ്ങനെ നമ്മൾ കണ്ടു, ഭൂമിയിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരേ താപനിലയല്ല അനുഭവപ്പെടുന്നത് എന്ന്. അതായത് താപവിതരണത്തിൽ സ്ഥലകാല വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ കാലത്തിനനുസരിച്ച് താപവിതരണം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതിന് കുറച്ച് കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാരണം ഇതാണ്, അക്ഷാംശീയ സ്ഥാനം, ലാറ്റിറ്റ്യൂഡ്. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. കാരണം എന്താ? സൂര്യപ്രകാശം ഏറെക്കുറെ ലംബമായി പതിക്കുന്ന ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ താപനില വളരെ കൂടുതലായിരിക്കും. ഇവിടെ സൂര്യനുണ്ട്, സൂര്യരശ്മികൾ നേരിട്ട് ലംബമായിട്ട് പതിക്കുന്ന ഈ ഒരു മേഖലയിലൊക്കെ എന്താണ്, ആ സൂര്യനിൽ നിന്നുള്ള ഒരു താപം അതുപോലെ നമുക്ക് ലഭിക്കുമ്പോൾ തീക്ഷ്ണത കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് സൂര്യതാപം നേരിട്ട് ലംബമായി പതിക്കുന്ന ഈ ഒരു മേഖലയിലൊക്കെ താപം നല്ല രീതിയിൽ കൂടുതലായിരിക്കും, താപം വളരെ കൂടുതലായിരിക്കും. അതുപോലെ സൂര്യരശ്മികൾ ഇത്തരത്തിൽ ധ്രുവ പ്രദേശങ്ങളിലേക്ക് പതിക്കുന്ന സമയത്ത് കുറച്ച് സ്ലാൻഡിങ് ആണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ചരിഞ്ഞ രീതിയിൽ പതിക്കുന്നത് കൊണ്ട് ഇവയ്ക്ക് എന്തായിരിക്കും, അത്രയും തീക്ഷ്ണത, നേരിട്ട് പതിക്കുന്നതിന്റെ ഒരു തീക്ഷ്ണത അനുഭവപ്പെടില്ല. അതുകൊണ്ട് എന്താണ്, അത്തരത്തിലുള്ള മേഖലകളിൽ ചൂട് കുറവായിരിക്കും അനുഭവപ്പെടുക ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഭൂമിക്ക് ഗോളാകൃതി ആയതുകൊണ്ട് തന്നെ ഭൂമധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളോടടുക്കുമ്പോൾ സൂര്യരശ്മികൾ കൂടുതൽ ചരിഞ്ഞു പതിക്കുന്നു. അതിനാൽ ഇരുധ്രുവങ്ങളോടും അടുക്കുമ്പോൾ താപനില ക്രമേണ കുറഞ്ഞു വരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള താപീയ മേഖലകൾ രൂപപ്പെടുന്നത്.
അതുപോലെ മറ്റൊരു ടേമാണ് താപീയ മധ്യരേഖ എന്നത്. താപീയ മധ്യരേഖ വാർഷിക ശരാശരി അന്തരീക്ഷ താപനില രേഖപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് താപീയ മധ്യരേഖ എന്ന് പറയുന്നത്. താപീയ മധ്യരേഖ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഓരോ രേഖാംശ രേഖയിലുമാണ്. ഓരോ രേഖാംശ രേഖയിലും ഇങ്ങനെ ഇത്തരത്തിൽ ഓരോ രേഖാംശ രേഖയിലും ഏറ്റവും ഉയർന്ന താപനില വാർഷിക ശരാശരി അന്തരീക്ഷ താപനില രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രദേശങ്ങളെല്ലാം തമ്മിൽ യോജിപ്പിച്ചു കൊണ്ടുവരിക്കുന്ന ഈ ഒരു സാങ്കല്പിക രേഖയാണ് താപീയ മധ്യമേഖല എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് താപീയ മേഖലകൾ? ഇതാ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതാണ് താപീയ മേഖലകൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ശൈത്യമേഖല, മിതോഷ്ണ മേഖല, ഉഷ്ണമേഖല. ഇതാണ് താപീയ മേഖലകൾ. ഇത് എങ്ങനെയൊക്കെയാണ് വരുന്നത് നോക്കുമ്പോൾ നമുക്ക് ഉത്തര ധ്രുവത്തിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഉത്തര ധ്രുവത്തിൽ ഇവിടെ നൽകിയിട്ടുള്ള ഇതാണ് ഉത്തര ശൈത്യ മേഖല എന്ന് പറയുന്നത്. 66.5 വടക്ക് വരെയാണ് ഇതുള്ളത്. അതിനുശേഷം 66.5 വടക്ക് മുതൽ 23.5 വടക്ക് വരെയുള്ള ഈ ഒരു ഭാഗമാണ് ഉത്തര മിതോഷ്ണ മേഖല. ഉത്തര മിതോഷ്ണ മേഖല. അതിനുശേഷം 23.5 വടക്ക് മുതൽ 0 ഇക്വേറ്ററും കൂടി ചേർത്ത് തെക്ക് ഭാഗത്ത് 23.5 തെക്ക് വരെ നീണ്ടു കിടക്കുന്ന ഈ ഒരു പ്രദേശമാണ് ഉഷ്ണമേഖല. അതായത് സൂര്യന്റെ രശ്മി നേരിട്ട് പതിക്കുന്ന, ഇവിടെ നൽകിയിട്ടുള്ളതുപോലെ സൂര്യരശ്മികൾ നേരിട്ട് പതിക്കുന്ന ഈ ഒരു ഭാഗമാണ് ഉഷ്ണമേഖല. അതിനുശേഷം വരുന്ന സ്ലാൻഡിങ് ആയിട്ട് സൂര്യരശ്മി പതിക്കുന്ന ഈ ഒരു മേഖലയാണ് എന്താണ് നമ്മളിവിടെ പറഞ്ഞത്? മിതോഷ്ണ മേഖല. അത് ഉത്തര ധ്രുവത്തിലാണെങ്കിൽ ഉത്തര മിതോഷ്ണ മേഖല എന്നും ദക്ഷിണ ധ്രുവത്തിലാണെങ്കിൽ എന്ത് പേരിലാണ്? ദക്ഷിണ മിതോഷ്ണ മേഖല എന്നുമാണ് അറിയപ്പെടുന്നത്. സൂര്യരശ്മികൾ പതിക്കാത്ത ഈ ഒരു മേഖലകളാണ് ശൈത്യമേഖല എന്ന് പറയുന്നത്. അത് ഉത്തര ധ്രുവത്തിലാണെങ്കിൽ ഉത്തര ശൈത്യമേഖല എന്നും ദക്ഷിണ ധ്രുവത്തിലാണെങ്കിൽ ദക്ഷിണ ശൈത്യമേഖല എന്നുമാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ അല്ല? അപ്പൊ ഇതാണ് താപീയ മേഖലകൾ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രതിഭാസമാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നത്. നോർമൽ ലാപ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ. നമ്മൾ കേട്ടിട്ടില്ലേ? ഉയരം കൂടുന്നതിനനുസരിച്ച് നമ്മൾ അന്തരീക്ഷത്തിലെ ലെയറുകൾ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ ഒക്കെ പഠിച്ച സമയത്ത് ഓരോ ലെയറിനും ഓരോ രീതിയിലാണ് താപം കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്നത്. ഓർക്കുന്നുണ്ടോ അത്? അപ്പൊ അതിന് കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പേര് ക്രമമായിട്ടുള്ള താപനഷ്ട നിരക്ക്, നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇത് എന്ന് നോക്കാം. ഉയരം കൂടുന്തോറും അന്തരീക്ഷ താപനില ക്രമേണ കുറഞ്ഞു വരുന്നു. ഓരോ കിലോമീറ്റർ ഉയരത്തിനും 6.4 എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്നുണ്ട്. ഇത് ഒരു പ്രതിഭാസമാണ്. ഈ ഒരു പ്രതിഭാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രമമായ താപനഷ്ട നിരക്ക് അല്ലെങ്കിൽ നോർമൽ ലാപ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്നത്. ഉയരം കൂടുന്തോറും അന്തരീക്ഷത്തിലെ താപനില ക്രമേണ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു താപനില നൽകിയിട്ടുണ്ട്. ഈ ഒരു മലയുടെ ആകൃതി വെച്ചിട്ട് നമുക്ക് ഇവിടെ ഏറ്റവും താഴെ 0 കിലോമീറ്റർ ആണ്. ഇവിടെ 30 ആണ്. അവിടെ താപനില ഏറ്റവും കൂടുതലാണ്. അതിനുശേഷം 1 കിലോമീറ്റർ പോകുമ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ 6.4 കുറയുന്നു. ഓരോ 1 കിലോമീറ്ററിനും 6.4 എന്ന തോതിലാണ് അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്നത്. അങ്ങനെ ഇവിടെ 1 കിലോമീറ്റർ ഉയരത്തിലായപ്പോൾ 23.6 ആയി താപനില കുറഞ്ഞു. അതിനുശേഷം ഓരോ കിലോമീറ്റർ ഉയരങ്ങളിലേക്ക് പോയി 6 കിലോമീറ്റർ ഉയരത്തിൽ എത്തുമ്പോഴേക്കും എന്ത് സംഭവിച്ചു? -ഡിഗ്രി ആയി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത്തരത്തിൽ ആ ഒരു മലമുകളിൽ എത്തുമ്പോഴേക്കും താപനില നന്നേ കുറവായിരിക്കും. അതുകൊണ്ടാണ് നല്ല ഉയരങ്ങളിലൊക്കെ പോകും നമുക്ക് താപനില കുറഞ്ഞ രീതിയിൽ അനുഭവപ്പെടുന്നത്. ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ പൊതുവെ കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നതിന് കാരണം നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു പ്രതിഭാസമാണ്, ക്രമമായ താപനഷ്ട നിരക്ക്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് ഇവിടെ ഉൾപ്പെടുത്തുന്നത്. ഇതിന്റെ ബാക്കി ഭാഗം നാളത്തെ ക്ലാസ്സിലായിരിക്കും ഉണ്ടാകുന്നത്. മിസ് ചെയ്യാതെ ബാക്കി കാണുക. ഒരുപാട് പഠിക്കാനായിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നന്നായിട്ട് പഠിക്കുക കേട്ടോ.